മലയാള സിനിമയിൽ 4 പതിറ്റാണ്ടോളം സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് ശ്രീ മോഹൻലാൽ. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. അബ്രാം ഖുറേഷി അബ്രാം. സുഹൃത്തുക്കളോടൊപ്പം നിർമ്മിച്ച തിരനോട്ടമാണ് ആദ്യ ചിത്രം. എന്നാൽ സെൻസർ ബോർഡ് പ്രശ്നങ്ങൾ കാരണം ഈ സിനിമ റിലീസാവാൻ വർഷങ്ങളെടുത്തു. 1980-ൽ ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് നിരവധി വില്ലൻ വേഷങ്ങളും സൈഡ് റോളുകളും ചെയ്ത അദ്ദേഹം 1983-ൽ ഇവിടെ തുടങ്ങുന്ന ചിത്രത്തിലാണ് ഒരു മുഴുനീള കഥാപാത്രം ചെയ്യുന്നത്. 1986 മോഹൻലാൽ എന്ന നടനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയ വർഷമായിരുന്നു. രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ വിൻസെന്റ് തോമസ് എന്ന കഥാപാത്രം അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. ആ വർഷം മാത്രം 34 സിനിമകളാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് വ്യത്യസ്തമാർന്ന പല കഥാപാത്രങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു. തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണനും, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമനും, മണിച്ചിത്രത്താളിലെ സണ്ണിയും, മംഗലശ്ശേരി നീലകണ്ഠനുമെല്ലാം ഇന്നും ജനഹൃദയങ്ങൾ ഇടം പിടിച്ച കഥാപാത്രങ്ങളാണ്. മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ അനായാസ്യമായ അഭിനയ ശൈലിയാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല, കൊന്നളെ ഞാൻ. ക്യാമറയ്ക്ക് മുമ്പിലാണെന്ന് തോന്നിപ്പിക്കാത്ത വിധം തികച്ചും സ്വാഭാവികമായ പെരുമാറ്റം, കണ്ണു ചിമ്മുന്നതിലോ ചെറുപുഞ്ചിരിയിലോ 1000 അർത്ഥങ്ങൾ ഒളിപ്പിക്കുന്ന ശൈലി. അഭിനയം കേവലം മുഖഭാവങ്ങളിൽ ഒതുങ്ങുന്നതെല്ലാം തെളിയിച്ചു അദ്ദേഹം. ശരീരഭാഷയിൽ മോഹൻലാൽ കൊണ്ടുവന്നുള്ള മാറ്റങ്ങൾ അത്ഭുതകരമാണ്. ഒരു റെസ്ലിംഗ് ചാമ്പ്യൻ ആയിരുന്ന അദ്ദേഹം ആക്ഷൻ രംഗങ്ങൾ ചെയ്യുമ്പോഴുള്ള മെയ്വഴക്കം സ്ഫടികം, ലൂസിഫർ, നരസിംഹം, നരൻ, തുടരും എന്നിങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ നാം കണ്ടതാണ്. മാറാഞ്ചേരി കരുണാകര മേനോന്റെ മാനത്തിന് വില പറയാമെന്ന പട്ടി ചവിട്ടി നെഞ്ചുകൂടി ഞാൻ പിടിക്കും ഇവിടെ കളിയിറക്കാൻ. ഒരു നടന് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് കോമഡി പറഞ്ഞ് മുഖത്ത് അതിനുള്ള ഭാവങ്ങൾ വരുത്തി പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ മോഹൻലാലിന്റെ കയ്യിൽ അതും ഒരു നിസാര കാര്യം മാത്രമാണ്. അഭിനയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഒരു സീൻ അഭിനയിപ്പിച്ച ഒരാളെ ചിരിപ്പിക്കുക. സിനിമയിൽ ഗാനരംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അതിൽ പാട്ടിന് ചുണ്ടനക്കുന്നത് ഒരു നിസാര കാര്യമല്ല. എന്നാൽ അതിനെയും തന്റെ ജന്മസിദ്ധി കൊണ്ട് നിസാരമായി അവതരിപ്പിക്കാൻ മോഹൻലാലിന് കഴിയും. സ്വാമിനാഥയും പ്രമദവധവും എല്ലാം അതിനുദാഹരണമാണ്. ചെറുപ്പം മുതലേ കഥകളി പഠിച്ചിട്ടില്ല, ക്ലാസിക്കൽ ഡാൻസറുമല്ല. എന്നാലും കമലദളം, വാനപ്രസ്ഥം എന്നീ സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിച്ച ഈ കഥാപാത്രം കണ്ടാൽ പറയില്ല, ഇത് സിനിമയ്ക്ക് വേണ്ടി ഒരാൾ അഭ്യസിച്ചതാണ്. ഏതൊരു നടന്റെ കൂടെയും നല്ല കെമിസ്ട്രി വർക്കൗട്ടാകുന്ന നടനാണ് മോഹൻലാൽ. ജഗതി, മുകേഷ്, ശ്രീനിവാസൻ തുടങ്ങി ഇപ്പോൾ ഹൃദയപൂർവ്വം സിനിമയിൽ സംഗീത് പ്രതാപനൊപ്പം അഭിനയിക്കുമ്പോഴും രണ്ടുപേരുടെയും കോംബോ ജനങ്ങൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്തു. പ്രശസ്തരായ ഒരുപാട് സംവിധായകരുടെ സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച നടനാണ് മോഹൻലാൽ. മലയാളത്തിന് പുറമെ തമിഴിൽ മണിരത്നം, ഹിന്ദിയിൽ രാം ഗോപാൽ വർമ്മ എന്നിങ്ങനെ ഒരുപാട് സംവിധായകർ. 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 9 കേരള ചലച്ചിത്ര പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മഭൂഷൺ, ലഫ്റ്റനന്റ് കേണൽ എന്നീ പുരസ്കാരങ്ങൾക്ക് പുറമെ ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കാൻ മോഹൻലാൽ എടുത്ത പങ്ക് ചെറുതല്ല. ഓസ്കാറിലേക്ക് എൻട്രി ചെയ്ത ആദ്യ മലയാള ചിത്രം മോഹൻലാൽ അഭിനയിച്ച ഗുരു എന്ന സിനിമയാണ്. ഇപ്പോൾ റീ റിലീസ് സിനിമകളുടെ കാലമാണ്. അവിടെയും തന്റെ പഴയ സിനിമകൾ കൊണ്ട് റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് മോഹൻലാൽ. നല്ല ക്വാളിറ്റിയുള്ള മലയാള സിനിമകൾ മാത്രമല്ല, മലയാള സിനിമയ്ക്ക് കോടികൾ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്നു മോഹൻലാൽ. മലയാളത്തിലെ ആദ്യത്തെ 50 കോടി, 100 കോടി, 200 കോടി എന്നിങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് കാഴ്ചവെച്ചത്. ഇടം തോള് ചരിച്ച്, മുണ്ട് മടക്കി കുത്തി, മീശ പിരിച്ച്, ചെറു പുഞ്ചിരിയോടെ അദ്ദേഹത്തിന്റെ നടത്തവും അഭിനയവും എല്ലാം ഇന്നും പ്രേക്ഷകർക്ക് മടുപ്പിക്കാത്തൊരു അനുഭവമാണ്. തലമുറകളുടെ നായകൻ, ദ റിയൽ ഓജി, ദ കംപ്ലീറ്റ് ആക്ടർ എന്നിങ്ങനെ ഒരുപാടധികം വിശേഷണങ്ങളാണ് അദ്ദേഹത്തിന് ആരാധകർ ചാർത്തി കൊടുക്കുന്നത്. ഇന്നും ഒരു മോഹൻലാൽ സിനിമ റിലീസാവുമ്പോൾ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തെ നിസ്സംശയത്തോടെ പറയാനാവും അദ്ദേഹം തന്നെയാണ് തലമുറകളുടെ നായകൻ.